മക്ക ഖുറൈശികളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രതിരോധമായിരുന്നു ബദർ. മുഹമ്മദും സംഘവും നടത്തിയത് കൊള്ളയടിക്കാനുള്ള ശ്രമമാണ്. അവർ പിടിക്കപ്പെടുകയും ചെയ്തു. ഇത്രയാണ് സംഭവം. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ഡെക്കറേഷൻ ഇനി വെക്കാൻ പോകുന്നത്? ഇവനേതാ താവളപ്പുറക്കാളി. ഒരു കാട്ടിൽ കുറേ മാൻപേടകൾ, ഇവരെ നിരന്തരം ആക്രമിക്കുന്ന സിംഹക്കൂട്ടങ്ങൾ. അങ്ങനെ സിംഹക്കൂട്ടങ്ങളുടെ ആക്രമണം ഭയന്ന് മാൻപേടകൾ എന്നും ഒളിച്ചിരിപ്പാണ്. അങ്ങനെ ഈ ഒളിച്ചിരിക്കുന്ന മാൻപേടകളിലെ ഒരു തലവൻ പറഞ്ഞു, നമുക്കിങ്ങനെ ഒളിച്ചിരുന്ന് എന്നും ജീവിക്കാൻ പറ്റില്ല, നമുക്ക് സിംഹക്കൂട്ടങ്ങളെ നേരിടാം. അതിനുവേണ്ടി അംഗബലവും ആയുധബലവും നമ്മുടെ കയ്യിൽ ഇല്ല, എങ്കിലും നമുക്ക് പുറപ്പെടാം, നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാൻപേടകൾ സിംഹക്കൂട്ടങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ മാൻപേടകൾ പോകുന്നത്. അങ്ങനെ അവരെ പതിയിരുന്ന് അവരെ ആക്രമിക്കുകയാണ്. എന്തുകൊണ്ട് മാൻപേടകൾ അവരെ ആക്രമിച്ചത്, സിംഹക്കൂട്ടങ്ങളെ ആക്രമിച്ചത്? മാൻപേടകളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ മാൻപേടകൾ ആരാണ്? മുഹമ്മദ് നബിയും അനുയായികളും. അവിടെ സിംഹക്കൂട്ടങ്ങൾ ആരാണ്? മക്ക നിവാസികളായ ഖുറൈശി ഗോത്രത്തിലെ കാട്ടറബികൾ. അവരാണ് ഇവിടുത്തെ സിംഹക്കുട്ടികൾ. അവരെ തകർക്കാൻ മാൻപേടകൾ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ച് തെറ്റാണോ? പറയൂ ഗേസ്, പറയൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. കാരണം സിംഹക്കൂട്ടങ്ങളെ പേടിച്ച് മാൻപേടകൾ കൂടും കുടുക്കയും വിട്ട് ഓടിപ്പോയി വേറെ രാജ്യത്ത് ജീവിക്കുകയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം.